ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ പിസ്സ സോസ് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം സവാളയാണ്. പിന്നെ ഇതിലേക്കൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വറ്റൽമുളക് ആണെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ എരിവ് കുറവായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് മുളക് എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചെറിയ സൈസ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 or 4 എടുത്തേക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതേപോലെ. അതിനുശേഷം തക്കാളിയും ഇതേപോലെ ഒന്ന് നമ്മൾ എക്സ് രീതിയിൽ ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ബാക്ക് സൈഡ്. കാര്യം ഇതൊന്നും നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് അവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ തക്കാളിയുടെ ഉള്ളെല്ലാം നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ തൊലി നമുക്ക് വെന്തതിന് ശേഷം ഇളക്കിയെടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി ഇളക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗവും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ചുറ്റി ഒന്ന്. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പാനിൽ. ഇതൊന്ന് പാനിലെ വെള്ളം ഒന്ന് ചൂടാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന തക്കാളിയും മുളകും അതേപോലെ തന്നെ ഉള്ളിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനൊന്ന് അടച്ചു വയ്ക്കുവാണ്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ വെള്ളം. വെള്ളം ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ടൊമാറ്റോ എല്ലാം ഒന്ന് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ടൊമാറ്റോയും നമ്മൾ ആഡ് ചെയ്തിരുന്ന ഉള്ളിയും വറ്റൽമുളകും എല്ലാം ഒന്ന് കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണേ. അപ്പോൾ ഒന്ന് തണുക്കണം, കാര്യം നമുക്ക് എന്നാൽ മാത്രമേ ടൊമാറ്റോയുടെ തൊലിയെല്ലാം ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഞാൻ ടൊമാറ്റോയുടെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞു. ഇനി ഈ വറ്റൽമുളകിൻ്റെ അകത്തുള്ള കുരു ഇല്ലേ, അതൊന്ന് നമുക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ എരിവൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നല്ല എരിവുള്ള വറ്റൽമുളകാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കുരു എടുത്ത് മാറ്റിയിട്ട് വേണം എടുക്കാനേ. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഇതെടുത്ത് മാറ്റുവാണ്. ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ മറ്റേ കുഞ്ഞു ജാറിൽ അതിനകത്ത് ഇട്ടിട്ട് അടിച്ചൊന്ന് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റാക്കി വെച്ചിരുന്ന ആ ഒരു ടൊമാറ്റോയുടെ എല്ലാം കൂടെ പേസ്റ്റ് ഇല്ലേ, അത് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്യുവാണേ. ഓയിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ എടുക്കരുത്. നമ്മൾ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ നിങ്ങൾക്ക് ഏത് വേണം എടുക്കാമേ. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. അതിൻ്റെ ആ പച്ച സ്മെല്ലെല്ലാം ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനപ്പോൾ നേരത്തെ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോയുടെ ആ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് നമ്മുടെ വറ്റൽമുളകില്ലേ, അത് ക്രഷ് ചെയ്തതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് വേണ്ടി പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. ഒരു 3 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് ടൊമാറ്റോയുടെ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണിന് വേണ്ടിയിട്ട് ലൈം ജ്യൂസ് ആഡ് ചെയ്യുവാണ്. ലൈം ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്താലും മതി, ഏതാണെന്ന് വെച്ചാൽ. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം. പിസ്സ സോസ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ല കട്ടിക്ക് കിട്ടും നമുക്ക് ലാസ്റ്റ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുത്തൂടെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.